ഇന്ന് ഡിസംബർ 26 എല്ലാ ആഴ്ചത്തെയും പോലെ ഇന്ന് രാത്രിയും നാളെയുമായിട്ട് ഒരുപാട് OTT റിലീസുകളുണ്ട്. സ്ക്വിഡ് ഗെയിം 2 ബറോസ് വിടുതലയിട്ട് OTT അപ്ഡേറ്റുകളും ഈ ആഴ്ച വരുന്ന OTT റിലീസുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഒരുപാട് പേര് OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന മികച്ച അഭിപ്രായം നേടിയ സ്ക്വിഡ് ഗെയിം എന്ന കൊറിയൻ സർവൈവൽ ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന എല്ലാ 7 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. റാഫി തിരക്കഥ എഴുതി ഹരിദാസ് സംവിധാനം ചെയ്ത ഈ വർഷം തിയേറ്ററിലേക്ക് എത്തി ആവറേജ് അഭിപ്രായങ്ങളെല്ലാം നേടി തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ കോമഡി ത്രില്ലർ മലയാളം സിനിമയാണ് താനാര. ഷൈൻ ടോം ചാക്കോ, ദീപ്തി സതി, അജു വർഗീസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒക്കെ അഭിനയിക്കുന്ന ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസംബർ 27 മനോരമ മാക്സ് സിംപ്ലി സൗത്തിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിനിമ ആമസോൺ പ്രൈമിലും കൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നും കൂടെ റിപ്പോർട്ടുണ്ട്. സലീം ഹസനും മണിയൻ പട്ടാമ്പിയും സംവിധാനം ചെയ്ത മറിമായം ടീമിന്റെ പഞ്ചായത്ത് ജെട്ടി എന്ന മികച്ച അഭിപ്രായം നേടിയ കോമഡി മലയാളം സിനിമ ഇപ്പം മുതൽ മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ കാണാവുന്നതാണ്. കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്നൊരു ഫാമിലി ഡ്രാമ മലയാളം സിനിമ ഇപ്പം മുതൽ യൂട്യൂബിലൂടെ സിനിമ വില്ല എന്ന ചാനലിൽ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. RJ ബാലാജി നായകനാകുന്ന സ്വർഗവാസൽ എന്ന നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്ത പ്രിസൺ സർവൈവൽ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസംബർ 27 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ കൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നും കൂടെ റിപ്പോർട്ടുണ്ട്. മൈ ഫാൾട്ട് എന്ന സ്പാനിഷ് റൊമാൻറ്റിക് സിനിമയുടെ രണ്ടാമത്തെ ഭാഗം യുവർ ഫാൾട്ട് നാളെ രാവിലെയോടെ ഡിസംബർ 27 ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും കൂടെ OTT റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. വിജയ് സേതുപതി, സൂരി ചേർന്ന് അഭിനയിക്കുന്ന വെട്രിമാരൻ സംവിധാനം ചെയ്ത ആക്ഷൻ പീരിയോഡിക് പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് വിടുതലൈ പാർട്ട് 2. 35 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന 40 കോടിയോളം കളക്ഷൻ നേടിയ മിക്സഡ് ടു പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ ജനുവരിയിലെ രണ്ടാമത്തെ പകുതിയോടെ Z5 OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. മലയാളം ഉൾപ്പെടെ പാൻ-ഇന്ത്യൻ ഭാഷകളിലായിട്ടായിരിക്കും OTT റിലീസ് ചെയ്യുക. എന്നാൽ അതിനു മുന്നേ സിനിമയുടെ തമിഴ് HD പതിപ്പ് അടുത്ത ആഴ്ചയോ ജനുവരി 3 റിലീസ് ചെയ്തേക്കാവുന്നതാണ്. സിനിമ മികച്ച ക്വാളിറ്റിയിലും മലയാളം ഭാഷയിലും കാണുവാനായിട്ട് OTT റിലീസിനായിട്ട് കാത്തിരിക്കുക. മോഹൻലാൽ സംവിധാനം ചെയ്ത് നായകനായ ഇന്നലെ ഡിസംബർ 25 തിയേറ്ററിലേക്ക് എത്തിയ ആക്ഷൻ ഫാന്റസി അഡ്വഞ്ചർ 3D പാൻ-ഇന്ത്യൻ മലയാളം സിനിമയാണ് ബറോസ്. നിലവിൽ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റും OTT അവകാശം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും സ്വന്തമാക്കിയിട്ടുണ്ട്. തിയേറ്റർ റിലീസിന് ശേഷം 1-1.5 മാസത്തോടു കൂടിയായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുക. ദിലീപ്, തമന്ന ചേർന്ന് അഭിനയിക്കുന്ന കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് എത്തിയ വിജയിക്കാൻ സാധിക്കാതെ പോയ റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമ മലയാളം സിനിമയാണ് ബാന്ദ്ര. സിനിമ ഈ ഡിസംബർ 27 ഡിസംബറിലെ ബാക്കിയുള്ള ദിവസങ്ങളിലോ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തേക്കാമെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ബാന്ദ്ര സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷ വെച്ച് നോക്കാവുന്നത് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ വട്ടാര വയക്ക് എന്ന തമിഴ് ചിത്രം ഇപ്പോൾ ടെന്റ് കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് നായകനാകുന്ന ആവറേജ് അഭിപ്രായം നേടിയ റൊമാൻറ്റിക് കോമഡി ആക്ഷൻ തമിഴ് സിനിമയാണ് മിസ് യു. സിനിമയുടെ തമിഴ് HD പതിപ്പ് ഇപ്പോൾ മുതൽ അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമയുടെ OTT റിലീസ് ജനുവരി പകുതിയോട് കൂടി ആമസോൺ പ്രൈമിലൂടെ ഉണ്ടാകുന്നതാണ്. സൂഡു കവും 2 എന്ന തമിഴ് കോമഡി ത്രില്ലർ സിനിമയുടെയും HD പതിപ്പ് ഇപ്പം പലയിടങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. ഈ സിനിമയും ഇതുവരെയായിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. പ്രഭുദേവ നായകനാകുന്ന നേരത്തെ തമിഴ് HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത ആവറേജ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ തമിഴ് ഡാർക്ക് കോമഡി റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് ചിത്രമാണ് ജോളിയോ ജിംഖാന. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ ആഹാ തമിഴിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. സിനിമ നാളെ ഡിസംബർ 20 അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ആയിട്ട് ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഇസ്കോ താപത്ത എന്ന ഹിന്ദി റൊമാൻറ്റിക് സിനിമ ഇന്നലെ ക്രിസ്മസ് പ്രമാണിച്ച് സി സിനിമയിലൂടെ ഹിന്ദി ഭാഷയിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. കോച്ച് പർച്ചായി ഓൻകെ ഉസ് പാർ എന്ന സസ്പെൻസ് ഡ്രാമ ത്രില്ലർ ഹിന്ദി സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം Z5 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. മെഡിക്കൽ ഡ്രാമ ഹിന്ദി സീരീസ് ആയ ഡോക്ടേഴ്സ് എന്ന സീരീസും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസംബർ 27 ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതും ഒരു ഹിന്ദി ത്രില്ലർ സീരീസ് ആണ് പാർട്ടി ടിൽ ഐ ഡൈ. സീരീസ് ഇപ്പം ഹിന്ദി ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ബ്ലോക്ക് ബാസ്റ്റർ വിജയമായി 400 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ ഹിന്ദി കോമഡി ഹൊറർ ത്രില്ലർ ചിത്രമാണ് ബുൽബുലയ്യ 3. കാർത്തിക് ആര്യൻ നായകനാകുന്ന നേരത്തെ HD പതിപ്പ് ഹിന്ദി ഭാഷയിൽ അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ അടക്കം ഡിസംബർ 27 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 2022 ഇറങ്ങിയ സ്നോമാൻ എന്ന പഞ്ചാബി ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമ നാളെ ഡിസംബർ 27 കേബിൾ 1 OTTയിലൂടെ പഞ്ചാബി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. രഹസ്യം ഇതാം ജഗത് എന്ന തെലുങ്ക് ത്രില്ലർ സിനിമ
ഇന്ന് ETV Win തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. RRR ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് എന്ന SS രാജമൗലിയുടെ ഇംഗ്ലീഷ് ഡോക്യുമെന്ററി നാളെ ഡിസംബർ 27-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. ശിവ രാജ്കുമാർ നായകനാകുന്ന പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ ബൈരാത്തി രണകൾ എന്ന കന്നഡ ആക്ഷൻ ത്രില്ലർ സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ കന്നഡ ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബേർഡ് എന്ന ഇംഗ്ലീഷ് കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ സിനിമ ഇപ്പം മുബി OTTയിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് സിനിമകളായ ഫ്രാങ്ക് ഗ്രിലോ നായകനാകുന്ന വേർവൂൾസ് എന്ന ഹൊറർ ആക്ഷൻ സിനിമയും ദ ഓർഡർ എന്ന ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയും Y2K എന്ന മിക്സഡ് അഭിപ്രായം നേടിയ ഹൊറർ കോമഡി സിനിമയും ഇപ്പം ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ദ റിട്ടേൺ എന്ന ഇംഗ്ലീഷ് ഹിസ്റ്റോറിക് ഡ്രാമ സിനിമ നാളെ ഡിസംബർ 27-ാം തീയതി ആമസോൺ പ്രൈം ആപ്പിൾ TV പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ വിദേശത്ത് OTT റിലീസ് ചെയ്യും. അമി ആദംസ് മികച്ച വേഷത്തിൽ എത്തുന്ന നൈറ്റ് ബീച്ച് എന്ന ബ്ലാക്ക് കോമഡി അമേരിക്കൻ സിനിമയും നാളെ ഡിസംബർ 27-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ ഹുളു പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യും. 2000-ൽ ഇറങ്ങിയ ഗ്ലേഡിയേറ്റർ എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ഹിസ്റ്റോറിക് സിനിമയുടെ രണ്ടാമത്തെ ഭാഗമായ പോസിറ്റീവ് റെസ്പോൺസ് നേടിയ ഗ്ലേഡിയേറ്റർ 2 എന്ന സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2022-ൽ ഇറങ്ങിയ സെർവ് ദ പീപ്പിൾ എന്ന റൊമാന്റിക് ഡ്രാമ കൊറിയൻ സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിൽ കാണാവുന്നതാണ്. 2020-ൽ ഇറങ്ങിയ ലോസ്റ്റ് റൊമാൻസ് എന്ന തായ് റൊമാന്റിക് ഫാന്റസി ഡ്രാമ മിസ്റ്ററി സീരീസിന്റെ എല്ലാ 31 എപ്പിസോഡുകളും ഹിന്ദി, തമിഴ്, തെലുങ്ക്, തായ് ഭാഷകളിൽ ഇപ്പം ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും ലഭ്യമാക്കിയിട്ടുണ്ട്. 2011-ൽ ഇറങ്ങിയ മൈ പ്രിൻസസ് എന്ന റൊമാന്റിക് കോമഡി ഡ്രാമ കൊറിയൻ സീരീസിന്റെയും എല്ലാ 16 എപ്പിസോഡുകളും ഇന്ന് ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഡോൺലി നായകനാകുന്ന ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ റൗണ്ട് അപ്പ് പണിഷ്മെന്റ് എന്ന കൊറിയൻ ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമ നേരത്തെ ആമസോൺ പ്രൈമിലൂടെ കൊറിയൻ ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷയിലും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫ്രഞ്ച് ഹൊറർ ത്രില്ലർ ഡ്രാമ സിനിമയാണ് ഇൻഫെസ്റ്റഡ്. സ്പൈഡേഴ്സ് എന്നും കൂടെ പേരുള്ള ഈ സിനിമ നേരത്തെ ആമസോൺ പ്രൈമിലൂടെ ഫ്രഞ്ച് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുള്ളതാണ്. സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്.